ഒരു ഓൺലൈൻ തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാൻ പണം വാങ്ങിയെന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കോതമംഗലത്തെ BJP നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി TS സുനീഷ് മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഇയാൾക്കെതിരെ നടപടിയെടുത്തു എന്നാണ് BJP ജില്ലാ നേതൃത്വം തന്നെ അറിയിച്ചിരിക്കുന്നത്. മൂന്നാം പ്രതി സനൽ ഇടുക്കിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ മൂന്ന് പേരും ചേർന്ന് കോതമംഗലം ചേലാട് സ്വദേശിയായ ആറ്റുപുറത്ത് ജോർജിൽ നിന്ന് 9,74,000 രൂപ പലതവണയായി വാങ്ങിയെന്നതാണ് പോലീസിന്റെ FIR. അതിൽ പണമിടപാട് BJPയുടെ കോതമംഗലത്തെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിനുള്ളിൽ വെച്ച് പോലും നടന്നിട്ടുണ്ട് എന്നാണ് ആ FIRൽ വ്യക്തമാക്കുന്നത്. ഈ സംഭവമെല്ലാം പുറത്തറിഞ്ഞത് ഇന്നലെ അതിനാടകീയമായി കോതമംഗലത്തെ BJPയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ചേലാട് സ്വദേശിയായ ആറ്റുപുറത്ത് ജോർജ് കുടുംബസമേതം വന്ന് സമരം നടത്തുകയായിരുന്നു. പണം വാങ്ങി തിരിച്ചു നൽകിയില്ല, നേതാക്കൾ പറ്റിച്ചു എന്നതായിരുന്നു ആരോപണം. അങ്ങനെ പോലീസ് എത്തുന്നു. ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുന്നു. BJP നേതൃത്വം പറയുന്നത് ഈ പരാതി നേരത്തെ തന്നെ പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയോജകമണ്ഡലം സെക്രട്ടറിയായ TS സുനീഷിനെ ആ പദവിയിൽ നിന്ന് തന്നെ നീക്കിയിരിക്കുന്നത്. പക്ഷേ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഇതിൽ പങ്കാളിയല്ല, അദ്ദേഹത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. പക്ഷേ ഈ കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമെന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ ഏറി വരികയാണ്. നിരവധി അക്കൗണ്ടുകളിലൂടെ പണം പിൻവലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ അക്കൗണ്ടുകൾ കൈമാറി അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അക്കൗണ്ടിലൂടെ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ഒതുക്കി തീർക്കാൻ, അതായത് ആ പ്രതിസ്ഥാനത്തേക്ക് ഈ പരാതിക്കാരൻ്റെ മകൻ വരാതിരിക്കാൻ ഒരു കൈക്കൂലി ഇടപാട് BJP നേതാക്കൾ ഉൾപ്പെട്ട സംഘം നടത്തിയെന്ന പരാതി വരികയും അതിൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലടക്കം പരാതി ഉണ്ടായിരുന്നു. അതടക്കം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നതെന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും BJPക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കോതമംഗലത്തെ ഈ നേതാക്കൾ ഉൾപ്പെട്ട കൈക്കൂലി ആരോപണം. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.